കാസർഗോഡ് പുല്ലൂരിൽ പുലി കിണറ്റിൽ വീണിട്ടുണ്ട്. കൊടുവല്ലത്തെ സ്വകാര്യ വ്യക്തിയുടെ കവുങ്ങിൻ തോട്ടത്തിലെ കിണറ്റിലാണ് പുലി വീണത്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. കൊടുവല്ലത്തെ തോട്ടത്തിലുള്ള കിണറ്റിലാണ് ഈ പുലി വീണത്. സ്വകാര്യ വ്യക്തിയുടെ കവുങ്ങിൻ തോട്ടത്തിലെ കിണറ്റിലാണ് പുലി വീണിരിക്കുന്നത്. സാരംഗ് സുരേഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, ഈ പുലിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയോ? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയോ? ഇന്ന് വൈകിട്ടോടു കൂടിയാണ് കൊടുവലത്തെ സ്വകാര്യ വ്യക്തിയുടെ കവുങ്ങിൻ തോട്ടത്തിലെ കിണറ്റിൽ പുലി വീഴുന്നത്. പിന്നീട് അതിലൂടെ കടന്നുപോയ നാട്ടുകാർ ഇത്തരത്തിൽ പുലിയുടെ ഒരവസ്ഥ ഗർജനം കേട്ടെത്തിയ സമയത്താണ് പുലി കിണറ്റിൽ വീണ സംഭവം കാണുന്നത്. പിന്നീട് അപ്പോൾ തന്നെ കൂടുതൽ നാട്ടുകാർ സ്ഥലത്തെത്തി. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ വനംവകുപ്പിന്റെ RRT സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവർ വല ഉപയോഗിച്ചുകൊണ്ട് പുലിയെ മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരുപക്ഷെ മയക്കുവെടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണ്ടിവരും പുലി. കാരണം ഈ പൂർണ്ണ ആരോഗ്യവാനായ പുലിയാണ് എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. കാരണം യാതൊരു തരത്തിലുള്ള പരിക്കുകളൊന്നും തന്നെ ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിൽ ഇനി കൂടുതൽ പരിശോധനകളൊക്കെ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഡോക്ടർമാരടക്കമുള്ള സംഘം എത്തിയതിനു ശേഷമായിരിക്കാം മയക്കുവെടി ഉപയോഗിച്ച് പുലിയെ മയക്കിക്കെടുത്തതിനു ശേഷമായിരിക്കും വല ഉപയോഗിച്ച് മുകളിലേക്ക് മാറ്റുക. മുൻകാലങ്ങളിലും സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ പെരിയയിലും പുല്ലൂരിലും ചെറിയ തവണ പുലിയെ കണ്ടു, അല്ലെങ്കിൽ അജ്ഞാത ജീവിയെ കണ്ടു എന്നുള്ള നിരവധിയായ സന്ദേശങ്ങളൊക്കെ തന്നെ ആളുകളുടെ ഭാഗത്ത് നിന്ന് വ്യാപകമായ ഇത്തരത്തിൽ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. 4 മണിയോടുകൂടി കണ്ടതെന്ന് മോട്ടോർ ഓണാൻ കാണുന്ന സമയത്ത് വെള്ളം എടുക്കാൻ വേണ്ട നേരത്ത് വെള്ളം എടുക്കുന്നില്ല. അങ്ങനെയാണ് അന്വേഷണം കണ്ടത്. ഒറ്റപ്പെട്ട മേഖലകളൊക്കെ തന്നെയുള്ള കുറ്റിക്കാടുകളൊക്കെ നിറഞ്ഞ പ്രദേശമാണ് പുല്ലൂർ കൊടുവലം എന്ന് പറയുന്ന പ്രദേശമൊക്കെ തന്നെ. അപ്പോൾ അത്തരത്തിൽ പുലിയൊക്കെ തന്നെ പതുങ്ങിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ആളുകൾക്കൊന്നും തന്നെ വലിയ രീതിയിൽ അപകടമൊന്നുമില്ലാതെ പോയത് എന്തായാലും ഭാഗ്യം എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഡോക്ടർമാരടക്കം കണ്ണൂരിൽ നിന്നോ അല്ലെങ്കിൽ വയനാട്ടിൽ നിന്നോ ആയിരിക്കും ഡോക്ടർമാരെത്തുക. എന്നാൽ മാത്രമേ മയക്കുവെടി ഉപയോഗിച്ച് ഇത്തരത്തിൽ പുലിയെ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുള്ളൂ. എന്തായാലും ഇത്ര നേരം കാറ്റിൽ കിടന്ന ഒരു പുലി ആയതിനാൽ തന്നെ അത് പുലി ഭയന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പുലി ആളുകളെ ആക്രമിക്കാനുള്ള സാധ്യതയൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാരെത്തി മയക്കുവെടി വെക്കുക എന്നുള്ളതായിരിക്കാം ഒരു വഴി. DFO അടക്കം അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ, കാസർഗോഡ് പുല്ലൂരിലാണ് കിണറ്റിൽ പുലി വീണിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ ആ പ്രദേശത്ത് ആ മേഖലയിലേക്ക് തടിച്ചുകൂടിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ആ മേഖലയിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും മയക്കുവെടി വെക്കണമോ, എങ്ങനെയായിരിക്കും പുലിയെ പുറത്തേക്ക് എടുക്കാനുള്ള പരിശ്രമങ്ങൾ എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക.